അവർ ആനയെ ഏതെങ്കിലും തരത്തിൽ തളയ്ക്കാൻ കഴിയുമോ എന്ന സാഹചര്യമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്ര വളപ്പിനകത്ത് തന്നെയാണ് ഇപ്പോഴും ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അക്രമാസക്തനായി തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങളടക്കം കുത്തിമറിച്ചിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അടുത്തുള്ളൊരു വാനും ബൈക്കും ഒക്കെ കുത്തിമറിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ആന അക്രമാസക്തനായിക്കൊണ്ട് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഉത്സവം നാളെ തുടങ്ങാൻ പോകുന്നുള്ളൂ. അമ്പലത്തിൽ ഉത്സവം നിലവിൽ തുടങ്ങിയിട്ടില്ല. നാളെയാണ് കൊടിയേറ്റം. ഇത് തൊഴിക്കാൻ കൊണ്ടുവന്ന ഒരു ആനയാണ്. അമ്പലത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആനയല്ല. അതാണ് മധു, ഈ അമ്പലത്തിലേക്ക് തൊഴാനെത്തിയ ആനയാണ്. ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടെങ്കിൽ ഇവിടെ കുളിപ്പിക്കാനോ ഒന്നും കൊണ്ടുവന്നതല്ല എന്നാണ് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ തൊഴാനായി എത്തിയ ആനയാണ്. ആ ഘട്ടത്തിൽ തൊഴാനായി അമ്പലത്തിലേക്ക് പോകുന്ന ഇതാ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. അവിടെയുള്ള ഒരു കാർ കൂടി കുത്തിമറിച്ചിടുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് മധു അത് ആ കാറും ബൈക്കും ചേർന്ന് കുത്തിമറിച്ചിടുന്നത്. ആന ഇപ്പോഴും അക്രമാസക്തനായി കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റവും അതിലില്ല എന്നതാണ്. ഇപ്പോഴിതാ തത്സമയ ദൃശ്യങ്ങളാണ്. സമീപത്തൊരു തെങ്ങടക്കം ആ തെങ്ങിലേക്ക് കാറിനെ ചേർത്തിക്കൊണ്ടുള്ള കാറാകെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് മധു കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയെ ഒരു ഘട്ടത്തിലും അനുനയിപ്പിക്കാനോ തളയ്ക്കാനോ ഈ ഘട്ടം വരെ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോഴും ഏത് സമയവും ആരെയും ആക്രമിക്കാം എന്നൊരു നിലയിലാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ കാറ് കുത്തിമറിച്ചിട്ട് ആ വാഹനങ്ങൾ നശിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അക്രമാസക്തനാകുകയാണ് ആന ചെയ്യുന്നത്. ഇപ്പോൾ RRT സംഘമടക്കം ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന അടുക്കുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കൂടുതൽ അക്രമാസക്തനാവുകയാണ്. പലതരത്തിലുള്ള ശ്രമങ്ങൾ 1 മണിക്കൂറോളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിൽ ആദ്യം RRT സംഘം എത്തുന്നതിന് മുമ്പ് പോലീസും നാട്ടുകാരും ഒക്കെ പലതരത്തിൽ ശ്രമിച്ചു നോക്കി. പിന്നീട് ഇപ്പോൾ RRT സംഘം എത്തിക്കൊണ്ട് പലതരത്തിൽ മയക്കാനുള്ള ശ്രമം, അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതാ കൂടുതൽ അക്രമാസക്തനായിക്കൊണ്ട് വാഹനങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആന കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആ ഒരു വാഹനത്തിനോടുള്ള ദേഷ്യം തീർക്കാനെന്ന പോലെ വീണ്ടും അത് കുത്തിമറിച്ചിട്ട ശേഷം വീണ്ടും ഇതാ അത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു വാഹനം നശിപ്പിച്ചെടുത്ത് കാണാം. അങ്ങനെ നിരവധി വാഹനങ്ങൾ ആന ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ അത് കൊമ്പിൽ തൂക്കിയെടുത്തുകൊണ്ട് ആ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ RRT സംഘമൊക്കെ ചേർന്നുകൊണ്ട് പലതരത്തിൽ അതിനെ മയക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന അടുക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ തൊഴാനെത്തിയ സമയത്ത് ആന വിരണ്ടോടുകയായിരുന്നു. അങ്ങനെയാണ് സമീപത്തെ ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയും 2 പേരെ കുത്തി പരിക്കേൽപ്പിച്ച് ഒരാൾ മരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായത്. ഇപ്പോഴിതാ ഒരു തരത്തിലും അരിശം തീരാതെ ബൈക്കും കാറും അടക്കമുള്ള വാഹനങ്ങൾ കുത്തിമലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള മുൻകരുതലും ആദ്യഘട്ടത്തിൽ ഇവിടെ തൊഴാനെത്തിക്കുന്ന സമയത്ത് ഈ ആനയുടെ പാപ്പാന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ മുൻകരുതലൊന്നും ഇല്ലാതെ ഇപ്പോൾ നമ്മളോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. നവാസ് ഒന്ന് ബാക്കിലോട്ട്, കാരണം ഏത് സമയത്തും ആന ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. RRT സംഘം 4 ഭാഗത്തു നിന്നും ശ്രമിക്കുന്നുണ്ട്. പലതരത്തിലും ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും അനുനയിപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു തരത്തിലും ആനയെ തളയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിനടുത്തേക്ക് വീണ്ടും ആന പോകുന്നുണ്ട്. പക്ഷേ ഏത് സമയവും തിരിഞ്ഞോടി RRT സംഘങ്ങളടക്കം ആക്രമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ആന ഇപ്പോൾ ഉള്ളത്. നിരവധി വാഹനങ്ങൾ ഈ ഭാഗത്ത് കുത്തിമറിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ജനറേറ്റർ വാഹനവും ഒരു ഓട്ടോയും പെട്ടിയോട്ടോയും ബൈക്കുകളും ഇപ്പോൾ ആ കാർ വീണ്ടും ആക്രമിക്കുകയാണ്. കാറ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എന്നിട്ടും ആ കാറിന് മുകളിൽ വീണ്ടും അത് മറിച്ചിടാനും അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതാ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇതാ കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ആ കാറ് നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും ആനയെ തളയ്ക്കാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ കാറിൻ്റെ ഉടമയടക്കം നമുക്കടുത്തുനിന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. പക്ഷേ എല്ലാവരും തകർന്ന അവസ്ഥയിലാണ്, വലിയ പരിഭ്രാന്തിയിലാണുള്ളത്. ഒരു തരത്തിലും ഇതിനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും വിജയിക്കുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇപ്പോഴും ആ കാറ് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു തവണ കുത്തിമറിച്ചിട്ടു, പിന്നീട് അത് ആ തെങ്ങിനോട് ചേർത്ത് പിന്നെയും ആ കാറ് നശിപ്പിച്ചപ്പോഴും അതിനെ നീക്കി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു തരത്തിലും ആന അടുക്കുന്നില്ല. RRT സംഘങ്ങളുടെ പലവിധ ശ്രമങ്ങൾ ഇതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4 ഭാഗത്തു നിന്നും പലവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് RRT സംഘം തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന അനുനയിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ല, അല്ലെങ്കിൽ ആന അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവിടുന്ന് മനസ്സിലാകുന്നത്. തുടർച്ചയായ തരത്തിൽ വാഹനങ്ങൾ തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.